കല്യാണി, മോളെ കല്യാണി, മോളോട് വന്നിരുന്നേ. മോളൊന്നും കഴിച്ചില്ലല്ലോ, ഇതേ ചോറ് കഴിക്കും. വേണ്ടച്ചാ. വേണം. രാത്രി വെറും വയറ്റി കിടക്കാൻ പാടില്ല. ഞാൻ രാവിലെ കഴിച്ചോളാം. കഴിക്കേ, അച്ഛൻ തരുന്നല്ലേ. വേണ്ട. അച്ഛൻ ഉരുള ഉരുട്ടി, മോള് കഴിച്ചില്ലെങ്കിൽ ഇത് വേസ്റ്റ് ആയിപ്പോ. ആരാ ഫോണിൽ? വല്യൂഞ്ഞ. ആദരിക്കാണ ഒരു ഫോൺ വിളിക്കുന്നത്. കട്ടി. ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. സ്വിച്ച് ഓഫ് ആക്കിയല്ലോ. ആരാ ഈ സമയത്ത് എന്നെ വിളിക്കുന്നത്? ഹലോ. ഉറക്കത്തിനിടയിൽ ശല്യമായോ ദാസേട്ടാ? ഇല്ല കുഞ്ഞെന്താ വിളിച്ചേ? ദാസേട്ടൻ ആഹാരം കഴിച്ചോ? ആ. കല്യാണി കഴിച്ചോ? ആ, കല്യാണി ആഹാരം കഴിച്ച് കിടന്ന് ഉറക്കമായി. ദാസേട്ടാ, കല്യാണിയുടെ ലോകം ദാസേട്ടന്. ദാസേട്ടൻ അവളുടെ അച്ഛൻ മാത്രമല്ല, അമ്മയും കൂടിയാ. ഇന്നലെ രാത്രി കല്യാണി ഒരുപാട് വൈകിയാ വന്നല്ലേ? ആ. അതിനവള് ദാസേട്ടനോട് എന്താ പറഞ്ഞത്? അത് കിച്ചണിലെന്തോ ജോലി ഉണ്ടായിരുന്നോ? അത് കള്ളോ ദാസേട്ടാ? ഞാനും കല്യാണിയും ഒരു എമർജൻസി കാര്യത്തിന് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഇന്നലെ കല്യാണി ഇല്ലായിരുന്നെങ്കിൽ തൃച്ചംബരത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ കാറ്റി പറഞ്ഞേനെ. കുഞ്ഞെന്തൊക്കെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തൃച്ചംബരത്തിന്റെ അഭിമാനം കാറ്റിപ്പറക്ക്. പറയാം. നന്ദന മാഡം ഒരു അബദ്ധം കാണിച്ചെന്ന് തോന്നണേ. ഓവർ ഡോസ് ഉറക്ക ഗുളിക കഴിച്ചതായിട്ട് എനിക്കൊരു സംശയം. നന്ദന, നന്ദന മാഡം. തൃച്ചംബരത്തെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നറിഞ്ഞ അപമാനമല്ലേ എന്ന് കരുതിയ ഞാൻ കല്യാണിയുടെ കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞത്. ചിലപ്പോ അതാവും കല്യാണി ദാസേട്ടനോട് സത്യം മറച്ചു വെച്ചത്. മോളെ,
മഹാഭാപിയാ മോളെ അച്ഛൻ, മഹാഭാപി. ഭാവിയോ? അച്ഛൻ എന്തൊക്കെയായി പറയണേ? അച്ഛന് തെറ്റുപറ്റി മോളെ, അച്ഛന് തെറ്റുപറ്റി. തെറ്റുപറ്റിയെന്നോ? എന്ത് തെറ്റ്? അച്ഛൻ എന്തിനാ കരയണേ? വിലാസിനി മാഡത്തിന്റെ വാക്ക് കേട്ട് എന്റെ മോളെ തെറ്റിദ്ധരിച്ച് അച്ഛൻ വിഷം ചേർത്ത് ഉരുളെ ആദ്യ തിന്നാൻ പോയത്. പാപിയ മോളെ അച്ഛൻ, സ്വന്തം മോളെ കൊല്ലാൻ നോക്കിയ പാപി. ഈശ്വര, എന്ത് ജന്മ ഇത്? എന്നെ കൊല്ലാൻ ഇപ്പൊ എന്താ ചൊണ്ടായ? മോളെ അച്ഛനോട് പൊറുക്കു മോളെ. വലിയ കുഞ്ഞിപ്പ വിളിച്ച് ഇന്നലെ നടന്നതിന്റെ സത്യാവസ്ഥ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ പൊന്നുമോളെ കൊന്നേനെ. അച്ഛൻ മോളുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. മോൾ അച്ഛനോട് ക്ഷമിക്കേ. അച്ഛാ, ഒരിക്കലും അറിയാതെയാണെങ്കിലും എനിക്ക് നേരിടേണ്ടി വന്ന മനോവിഷമത്തിന് കാലം ചെയ്ത പരിഹാരക്രമമായിരിക്കും ഇത്. എന്റെ അച്ഛൻ സങ്കടപ്പെടരുത്. അച്ഛൻ കൈ കഴുകിയിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ഞാനിത് വൃത്തിയാക്കിയിട്ട് കിടക്കാം. ചായപ്പിലെ കുറിഞ്ഞു പൂച്ച 3 കുഞ്ഞുങ്ങളെയാ പ്രസവിച്ചത്. ആ പൂച്ച എങ്ങനെ വന്ന് ഈ ചോറ് തിന്ന ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതെ വളർന്ന ഈ കല്യാണിയുടെ ഗതി വരും. അത് വലിയ കഷ്ടാവും. ആന്റി, വിഷം കഴിച്ച് ചത്തവരാരെയും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. വിഷം കഴിച്ച് ചത്തവരെ എഴുന്നേറ്റ് നടക്കൂ. ഇവളെ എന്ത് വിട്ടിത്തായി പറയുന്നേ? ഇങ്ങനൊരു കോവർ കഴുത. മൂന്നെണ്ണം ചത്ത് കാണുമല്ലേ ആന്റി? 100% ഉറപ്പാ. ഒരു തരി അകത്ത് ചെന്ന ആ നിമിഷം മരിച്ചു വീഴുന്ന മരുന്നാ ഞാൻ ദാസിന്റെ കയ്യിൽ കൊടുത്തത്. ആ, ചത്തോന്ന് കൃത്യമായിട്ട് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ? മണ്ടത്തരം പറയല്ലേ ജയന്തി. അന്വേഷിക്കാൻ ചെന്ന വിഷം കൊടുത്തത് നമ്മളാണെന്ന് വരില്ലേ? ഒന്നും മിണ്ടാതിരി. മാഡം ഒന്നിങ്ങ് വന്നേ. മാഡം തന്ന വിഷം ഞാൻ പിള്ളേർക്ക് 2 പേർക്കും കൊടുത്തു. 2 പേരും ചത്തില്ല. വിഷത്തിന് മായ ഉണ്ടായിരുന്നു മാഡം. എന്റെ മകളെ കൊല്ലാൻ എന്റെ കയ്യിൽ വിഷം തന്നുവിട്ട കാര്യം സാറോ മാഡോ അറിഞ്ഞാ പിന്നെ മാഡത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്നാ എന്റെ അഭിപ്രായം. പരദൂഷണം പറഞ്ഞു നടക്കുന്നതും ഇതുപോലുള്ള പ്രവൃത്തികളും കുലസ്ത്രീകൾക്ക് ചേർന്നതല്ല മാഡം. മാഡത്തിന്റെ ഇന്നലകളെ കുറിച്ച് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇനിയെങ്കിലും എന്റെ മോളെ വിട്ടേക്ക് മാഡം. ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ.
ആനന്ദേ, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. നീ എന്താ നേരം വിളിക്കുന്നതിന് മുമ്പ്? നിനക്ക് നേരം വെളുത്തില്ലെന്നൊക്കെ തോന്നും. മൊബൈൽസ് എല്ലാം കൂടുന്നതിന്റെ പ്രശ്ന. അല്ല, എന്താ പട്ടര രാവിലെ പത്മനാഭന്റെ നിർമ്മാല്യം തൊഴാൻ ഇറങ്ങിയതാണോ? അല്ല, പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിക്കാൻ ഇറങ്ങിയതാ, നിന്റെ പ്രണയവിഘ്നം തീർക്കാൻ. ശരി ശരി ശരി. ഇതിന്റെ പ്രത്യുപകാരമായിട്ട് നിന്റെ പ്രണയത്തിന് ഞാൻ തേങ്ങ അടിക്കുമെന്ന് നീ കരുതിയേക്കരുത്. അയ്യോ വേണ്ട, അതിന് ഞാൻ പ്രത്യേകം മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. മച്ചു, നന്ദനയ്ക്ക് എന്താ പറ്റിയത്? അത് നീ എങ്ങനെ അറിഞ്ഞു? സ്റ്റെല്ലയുടെ കസിനായിരുന്നു ഡോക്ടർ. ഓ, നന്ദന ഒരു അബദ്ധം കാണിച്ചു. ഭാഗ്യത്തിന് കല്യാണി കണ്ടു. ഇവിടെ അമ്മയച്ഛനൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. നന്നായി. ആനന്ദേ, ദേ കല്യാണം ഇനി അടുത്തു. നീ ഈ പോക്കാണ് പോകുന്നെങ്കിൽ ഇനി ഈ അബദ്ധം കാണിക്കാൻ പോകുന്നത് കല്യാണിയാണ്. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ദേ, നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്കിപ്പോ ടെൻഷൻ. കിടന്നിട്ട് ഉറക്കം പോലും കിട്ടുന്നില്ല. എല്ലാം ശരിയാവും. കല്യാണി തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണനുള്ള പെണ്ണ് തന്നെയാ. കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. അവസാന നിമിഷം അവളെ ആ നീരജ് കല്യാണം കഴിച്ചോണ്ട് പോവരുത്. ദേ മച്ചു, സമയാവുന്നു, ജോലിക്ക് പോണം. കയ്യിലിരിപ്പോണ്ട് ഇപ്പൊ അടുത്തൊന്നും അല്ല ജോലിയെന്ന് അറിയാലോ. പോരാത്തവനൊരു പഞ്ചിങ്ങും. അരവിന്ദനെ കൂടി ഒന്ന് കാണണമായിരുന്നു. ഇനി നിന്നും താമസിക്കും. ഞാൻ വന്നിരുന്നു പറഞ്ഞാൽ മതി. ശരി. അല്ല മച്ചു, ആ ഗംഗയായിരുന്നു അല്ല തുമ്പും കിട്ടിയോ? ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നീ ഏതായാലും നിന്റെ ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഒന്ന് വിളിക്കുക. ശരി മച്ചു, ഞാൻ അറിഞ്ഞു. പരദൂഷണം പറഞ്ഞു നടക്കുന്നതും ഇതുപോലുള്ള പ്രവൃത്തികളും കുലസ്ത്രീകൾക്ക് ചേർന്നതല്ല വേണം. മാഡത്തിന്റെ ഇന്നലകളെ കുറിച്ച് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇനിയെങ്കിലും എന്റെ മോളെ വിട്ടേക്ക് മാഡം. ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ. കല്യാണി, ഗുഡ് മോർണിംഗ്. ഞാൻ സുബ്രി സാർ ഉണ്ടാവുമെന്ന് കരുതിയില്ല. സാർ ഈ ചായ കുടിച്ചോ? വല്യുഞ്ഞിന് ഞാൻ വേറെ ചായ കൊടുക്കാം. വേണ്ട കല്യാണി, ഈ ചായയിൽ പാലും തേയിലയും മാത്രമല്ല, സമത്തിന് പ്രണയവും ചേർത്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേഗം കൊണ്ടുപോയി കൊടുക്ക്. അവിടെ ഒരാൾ ചായ കിട്ടാതെ ദാഹിച്ചിരിക്കുക. ശരി. പ്ലീസ്, രാവിലെ മഹത്വചനങ്ങളൊന്നും കേൾക്കാനുള്ള ത്രാണിയോ സമയമോ ഇല്ല. വിട്ടേക്ക്. ചായ എത്തിയോ? അതെ, ഈ ആദ്യം ചായ എന്ന് പറയുന്നതിന് പകരം ഒരു ഗുഡ് മോർണിംഗ് വേണ്ടേ കെട്ടിയോളെ പറയാൻ? അങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് കേട്ട് നോക്കുമ്പോ പൂർണ്ണചന്ദ്രനെ പോലെയുള്ള എന്റെ കെട്ടിയോളുടെ മുഖം കാണണം. ഈ കണ്ണുകളിലെ കവിത കാണണം. പണ്ട് ഈ കണ്ണുകളുടെ ലോഗോ കണികണ്ട ഞാൻ ഉണർന്നോണ്ടിരുന്നത്. പിന്നെ ആരെയും മോഹിപ്പിക്കുന്ന ഈ കണ്ണുകൾ സ്വന്തമാക്കാനായി കൗതുകം. സ്വന്തമാക്കുന്നത് വരെ ആ ആകർഷണം ഉണ്ടാവൂ. സ്വന്തമായി കഴിയുമ്പോ ആ കൗതുകം നഷ്ടപ്പെടൂ.
ആനന്ദിന് ഒരിക്കലും തീരാത്ത കൗതുക കല്യാണി നീ. സ്വന്തമാക്കണമെന്ന് കരുതി സ്നേഹിച്ചതല്ല, സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചതാ. എന്താ കല്യാണി, നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എന്താ വല്യൂഞ്ഞി ഇങ്ങനെയൊക്കെ പറയണേ? വല്യൂഞ്ഞിന്റെ സ്വന്തമാകണേന്ന് പ്രാർത്ഥന മാത്രമാ ഉള്ളില്. അങ്ങനെയുള്ള എന്നോടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഈ മുഖത്തെ പരിഭ്രമം കണ്ട് ചോദിച്ചു പോയത്. ആനന്ദിന് നീ ഈ ജന്മത്തിൽ കിട്ടിയ പെണ്ണല്ല, ഒരു 100 ജന്മങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പെണ്ണ. സ്നേഹിച്ച് സ്നേഹിച്ച് കൊതി തീരാതെ വീണ്ടും വീണ്ടും പിറവിയെടുക്കുന്ന ജന്മങ്ങൾ. വല്യൂഞ്ഞിന് എല്ലാം ഒരു തമാശയാ. അഖില മേഡത്തിന്റെ അനുഗ്രഹത്തോടെ ഈ കല്യാണം നടക്കും തോന്നുന്നുണ്ടോ വല്യൂഞ്ഞിന്? ഉറപ്പായിട്ട് നടക്കും. ഇത് പറയുന്നത് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ വയറ്റിൽ 10 മാസം കിടന്ന ആനന്ദ് കൃഷ്ണന്. അമ്മയുടെ അനുഗ്രഹത്തോടെ തന്നെ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. എന്താ, വിശ്വാസമായോ? ഏയ്, പിന്നെന്താ ഈ മുഖത്തൊരു കാർമേഘക്കൂട്ടം? കല്യാണി, നീ ഒന്ന് ചിരിക്ക്. ചിരിക്ക്. എന്റെ കെട്ടിയോളുടെ മുഖത്തൊരു മഴവില്ല് വിടരട്ടെ. ഞാൻ പറയാറില്ലേ, ചിരിക്കുമ്പോഴാണ് എന്റെ കെട്ടിയോൾക്ക് ഭംഗിയെന്ന്. പ്രണയം ചുവപ്പിച്ച ചെമ്പരത്തി പൂവിന്റെ ഭംഗി. അയ്യോ സുബ്ര സാറ്. ഏയ് കല്യാണി, കല്യാണി നിൽക്ക്. നിക്കടി അവിടെ. എന്തായിരുന്നു ഇത്ര നേരം ആനന്ദിന്റെ മുറിയില്? ചോദിച്ചത് കേട്ടില്ലേ? എന്തായിരുന്നു ഇത്ര നേരോന്ന്? ഞാൻ വല്യൂഞ്ഞിന് ചായ. ചായ? ഒരു ചായ കൊടുത്തിട്ട് വരാനാണോ ഇത്രയും നേരം? അല്ല, നീ എന്തോ നിധി കിട്ടിയതുപോലെയാണല്ലോ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി വന്നത്. അകത്ത് എന്തായിരുന്നു? മര്യാദയ്ക്ക് പറഞ്ഞോ. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറയിപ്പിക്കാൻ അറിയാന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. പറയടി, ഇത്രയും നേരം എന്തെടുക്കായിരുന്നു നീ അവിടെ? വല്യൂഞ്ഞിന് ചായ കൊടുക്കാൻ പോയതാ. അവളുടെ ഒരു വലിയ കുഞ്ഞും ചെറിയ കുഞ്ഞും ഏത് നേരം ഒരു ചായയായിട്ട് ആ മുറിക്കകത്ത് തന്നെ അവള്. ദേ, ഇതൊന്നും ആരും അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? നിക്കടി. അയ്യോ, തമ്പുരാട്ടി അങ്ങനെ പോയാലോ? ദേ, ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് നീ പോയാ മതി.